ഗും ഗുരുഭ്യോ നമ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ ചില വർഷങ്ങൾ നാം സുവർണ കാലം എന്ന് പറയും. അത്തരത്തിലൊരു അപൂർവ ഭാഗ്യവർഷത്തിലേക്കാണ് രോഹിണി നക്ഷത്രക്കാർ പ്രവേശിക്കുന്നത്. കൊല്ലവർഷം 1202 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് നാം ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള കാലഘട്ടം. കൂടുതലും ഒരു വർഷത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ കർക്കിടകൻ രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത് 3-ാം ഭാവമാണ്. ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരവേ നമ. രോഹിണി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന ഭാഗ്യഫലം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇനി വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി തൊഴിലിൽ വലിയ പുരോഗതി ഉണ്ടാകാൻ പോകുന്ന കാലഘട്ടമാണ്. കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നതാണ്. ഉയർന്ന പദവികളും ശമ്പള വർധനവും ഒക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പുതിയ ഓഫറുകളൊക്കെ വരുന്നതാണ്. വിസ ലഭിക്കാനുള്ള അനുമതികളൊക്കെ ലഭിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് വിപുലീകരണം നടത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി. പരിശ്രമത്തിലൂടെ മാത്രമേ വിജയം നേടാൻ സാധിക്കൂ എന്നുള്ളത് രോഹിണി നക്ഷത്രക്കാർ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തികവും ആസ്തി സംബന്ധമായിട്ടുള്ള പുതുവർഷ ഫലം ഒന്ന് നോക്കാം. പല പുതിയ വരുമാന സ്രോതസ്സുകളും തുറന്നു കിട്ടുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഭൂമി, വീട് എന്നിവ വാങ്ങാനുള്ള സ്വപ്നം സഫലമാകുന്നതാണ്. വാഹന ഭാഗ്യം ലഭിക്കുന്നതാണ്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനും ലഭിക്കാനുമുള്ള യോഗമുണ്ട്. ആഡംബര വസ്തുക്കളുടെ ലഭ്യതയും ഈ പുതുവർഷത്തിൽ ഉണ്ടാകാം. ധനം എന്നത് ഒഴുകുന്ന നദി പോലെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പുതുവർഷമായിരിക്കും. പ്രയത്നിച്ചാൽ പ്രയത്നത്തിന്റെ പാതയിൽ ഭാഗ്യം നിങ്ങൾക്കായി ദീപം തെളിയിക്കുന്നതാണ്. ഇനി രോഹിണി നക്ഷത്രക്കാരുടെ കുടുംബം, പ്രണയം തുടങ്ങിയ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. കുടുംബത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ വേഗത്തിൽ അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതം പൊതുവെ സുഖകരവും സന്തോഷകരവുമാകും. സന്താന ഭാഗ്യത്തിനും പുതിയ അംഗങ്ങളുടെ വരവിനുമൊക്കെ സാഹചര്യങ്ങൾ തെളിയും. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ. എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ, എല്ലാവർക്കും സുഖം ലഭിക്കട്ടെ. ഇനി രോഹിണി നക്ഷത്രക്കാരുടെ ആരോഗ്യ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. പൊതുവെ മികച്ച ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്ന വർഷമാണ്. പഴയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതുമാണ്. മാനസിക ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കുന്നതാണ്. ശരീരശക്തിയും ഉന്മേഷവും ഉയർന്ന് കിട്ടുന്നതാണ്. ഇനി കൊല്ലവർഷം 1202 ആണ്ടിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രധാന കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ലഭിക്കുന്ന പ്രധാന കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള കാലത്ത് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനവർധന ഉണ്ടാകുന്നതാണ്. തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ്. ധനുവിനും മീനത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ വിദേശയാത്രകൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. തീർത്ഥാടനം ചെയ്യാനുള്ള സാഹചര്യങ്ങളും വന്നുചേരും. ഇനി മേടം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളിൽ വലിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. വീട് നിർമ്മാണത്തിന് സാധ്യതയുണ്ട്. കടങ്ങളൊക്കെ തീർപ്പാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില വിശേഷങ്ങളും കൂടെ ഒന്ന് പരിചയപ്പെടാം. പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ആത്മവിശ്വാസം ഉയരുന്നതാണ്. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുന്നതാണ്. പുതിയ ബന്ധങ്ങളൊക്കെ ജീവിതത്തിൽ ഗുണപ്രദമായി മാറുന്നതാണ്. ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറന്നു ലഭിക്കുന്ന വർഷമാണ്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാർ പുതുവർഷത്തിൽ ചെയ്യേണ്ട പരിഹാര കാര്യങ്ങളെ കൂടി പരിശോധിക്കാം. വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദുർഗാദേവിയെ പൊതുവെ ആരാധിക്കുക, ഓം ഗും ഗുരുഭ്യോ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം നിത്യം ജപിക്കുക. പാൽ, പഞ്ചസാര, അരി എന്നിവയൊക്കെ അർഹരായവർക്കോ ക്ഷേത്രത്തിലോ ദാനം ചെയ്യുക. ഗണപതി ഹോമമോ ഗണപതി പൂജയോ നടത്തുക. ഓം നമോ ഭഗവതേ വാസുദേവായ
എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, രോഹിണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 ആണ്ട് ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഭാഗ്യവർഷം തന്നെയാണ്. എന്നാൽ പ്രത്യേകം ഓർക്കുക, ഭാഗ്യം മാത്രമല്ല, ശ്രമവും വിശ്വാസവും കൂടി ഉണ്ടെങ്കിൽ ഇതിനെല്ലാം പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.